ആക്ടിവിറ്റി 4. ചുവടെ തന്നവയിൽ ഏതിനാണ് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കൂടുതൽ? ഒരു ചതുരം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ 10 സെൻറ്റിമീറ്ററും വീതി 6 സെൻറ്റിമീറ്ററും. അതേപോലെ ഒരു ത്രികോണത്തിൻ്റെ ഒരു സൈഡ് 6ഉം 4ഉം, അതേപോലെ അതിൻ്റെ ഉയരം 10 സെൻറ്റിമീറ്ററും. ഇതിൽ ഏതിനാണ് പരപ്പളവ് കൂടുതൽ? ആദ്യം ചതുരത്തിൻ്റെ പരപ്പളവ് എടുക്കുക. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയാണ്. നീളത്തിന് വീതി കൊണ്ട് ഗുണിക്കുക. നീളം 10 സെൻറ്റിമീറ്റർ, വീതി 6 സെൻറ്റിമീറ്റർ. 10 × 6 60. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് 60 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് വശത്തിനെ ഉയരം കൊണ്ട് ഗുണിച്ച ശേഷം അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ ത്രികോണത്തിൻ്റെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ഉം 4ഉം കൂട്ടുമ്പോഴാണ് ഈ വശത്തിൻ്റെ ആകെ നീളം കിട്ടുക. അപ്പോൾ 6 + 4 = 10 എന്ന് കിട്ടും. അപ്പോൾ വശത്തിൻ്റെ അവിടെ 10 കൊടുത്തു. ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്ററാണ്. ത്രികോണത്തിൻ്റെ ഉയരം 10 സെൻറ്റിമീറ്റർ. ഉയരത്തിനോട് 10 കൊടുത്താൽ 10 × 10/2. 10 × 10 എന്ന് പറയുമ്പോൾ 100. 100/2 എന്ന് പറയുമ്പോൾ 50. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് 50 എന്ന് കിട്ടി. അതേപോലെ ചതുരത്തിൻ്റെ പരപ്പളവ് 60 എന്ന് കിട്ടി. അപ്പോൾ ഏതിനാണ് പരപ്പളവ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ.